ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തോർ ഹാമറിന്റെ ലോക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സൈഡ് എൻഡ് ലോക്ക് ഇതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് ലോക്ക് ഞാൻ നേരത്തെ ക്രിയേറ്റ് വെച്ചാണ്. ഇതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യാം. അതിനാദ്യം നേരെ നമുക്ക് ന്യൂ പാർട്ട് 2D ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാം. ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് നോർമൽ ടു സ്കെച്ച് ലൈൻ ചൂസ് ചെയ്യാം. ആദ്യം ഒരു സെൻറ്റർ ലൈൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ ലൈൻ ഫോർ അഗെയിൻ ലൈൻ ചൂസ് ചെയ്യാം. ഹൊറിസോണ്ടലായിട്ട് സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ, വെർട്ടിക്കലായിട്ടൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ആംഗിളിൽ സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് ഒരു ലൈൻ സെലക്ട്. എന്നിട്ട് നമുക്ക് സ്മാർട്ട് ഡയമെൻഷൻ, ഇതിൽ ഡയമെൻഷൻ സെറ്റ് ചെയ്യാം. എത്ര അളവ് എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ 4.5 mm. അതിന് മുന്നേ നമുക്ക് ആദ്യം ഈ പോയിന്റും ഈ സെൻറ്റർ പോയിന്റ് ഹൊറിസോണ്ടൽ റിലേഷൻ. ഓക്കെ, ഇനി നമുക്ക് സ്മാർട്ട് ഡയമെൻഷൻ എടുത്തിട്ട് 4.5 mm, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 10 mm. ഈ ഡിസ്റ്റൻസ് ഡിലീറ്റ്, ഇത് രണ്ട് ഡിലീറ്റ് ചെയ്യാം. ലൈൻ ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ ഇത് നമുക്ക് 0.35 mm ഈ ലൈനിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 2.5 mm. ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ക്ലോസ് ചെയ്യാം. സെലക്ട്. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ 2 mm. ഈ സെൻട്രൽ ലൈൻ തൊട്ടിട്ട് ഈ ലൈൻ വരെ 17.5 mm. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുത്ത് ഫീച്ചേഴ്സിൽ പോയി റിവോൾവ് ആണ് റൊട്ടേറ്റ് ചെയ്ത് റിവോൾവ് ബോസ് ബേസ് ഓക്കെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ലോക്കിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇത്ര ചെറിയൊരു വീഡിയോ ആണ്. അതിൽ നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്രോമിയം പ്ലേറ്റ് ആഡ് ചെയ്യാം. ക്രോമിയം അതിന് നമുക്ക് വ്യൂ മാറ്റി എടുത്തില്ല. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ഉദ്ദേശിച്ചുള്ളൂ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോ വേണമെങ്കിൽ അതും സജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. താങ്ക് യു ഗൈസ്.